ഹാഷ്മി നമസ്കാരം. ജനകീയ കോടതിയിലേക്ക് ഹാഷ്മി എന്നെ ക്ഷണിക്കുമ്പോൾ ഞാൻ വെറും വിഡ്ഢിയായതുകൊണ്ടല്ല. എന്റെ ഉള്ളിൽ ഉറച്ച സത്യവും നീതിയും ഉണ്ടായതുകൊണ്ടും എനിക്ക് പറയാനുള്ള സത്യങ്ങൾ പറയണമെന്ന് ആഗ്രഹിച്ചതും കൊണ്ട് തന്നെയാണ് ഇത്. പക്ഷേ നിങ്ങൾ ഈ പരിപാടിയിൽ അതിഥിയായി വിളിച്ച ആൾക്കാരോട് എനിക്കെതിരെ എന്തൊക്കെ സംസാരിക്കണമെന്നും ഏതൊക്കെ ഭാഷയിൽ സംസാരിക്കണമെന്നും നിങ്ങൾ പറഞ്ഞത് കേട്ടപ്പോഴാണ് എനിക്ക് നിങ്ങളുടെ ഉള്ളിലെ പകയും വിദ്വേഷവും എനിക്ക് മനസ്സിലായത്. അതിനുശേഷമാണ് നിങ്ങളൊരു വൃത്തികെട്ടവനാണെന്ന് ഞാൻ തിരിച്ചറിയുന്നത്. അതായത് ജനകീയ കോടതി സംഭവം റിലീസായി അതിനുശേഷം സോഷ്യൽ മീഡിയയും നാട്ടുകാരെല്ലാം ഇവനെടുത്ത് തൂക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ ഇവനത് പിടിച്ചില്ല. പിന്നെ അവൻ ആ വീഡിയോ ആയിട്ട് വന്ന് ഹാഷ്മിക്കെതിരായിട്ട് വന്നു. അതായത് സാധാരണ പറയുന്ന പോലെ തന്നെ അലിഗേഷൻസ് ലൈക്ക് മറ്റേ NDA പോയി 2020 ചേർന്നു, എന്നിട്ട് അവന് വേണ്ട ബെനിഫിറ്റ് ഒന്നും കിട്ടിയില്ല, അലിഗേഷൻസ് പറഞ്ഞു തിരിച്ചു വന്നു. ഇതാണല്ലോ എന്റെ സ്ഥിരം സ്വഭാവം. ഇവിടെ നിങ്ങൾ എന്നെ ഈ പരിപാടിയിലേക്ക് വിളിച്ചിട്ട് യഥാർത്ഥത്തിൽ നിങ്ങൾ ചോദിക്കേണ്ടിയിരുന്നതും അല്ലെങ്കിൽ എന്നെ പൊളിച്ചെടുക്കേണ്ടിയിരുന്നതും എന്റെ നിലപാടുകൾ എന്തൊക്കെയായിരുന്നുവെന്നും ആ നിലപാടുകൾ എത്ര തവണ ഞാൻ മാറ്റിപ്പറഞ്ഞെന്നും ആ മാറ്റിപ്പറഞ്ഞ നിലപാടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ ഒന്നായി പൊളിച്ചിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനും ഹാഷ്മിക്ക് ഒരു ഷേക്കാൻഡ് തന്നെ. ഹാഷ്മിയുടെ ഉള്ളിൽ കിടക്കുന്ന വൃത്തികെട്ട രാഷ്ട്രീയം മറ്റൊന്നായതുകൊണ്ടാണ് രാവിലെ വന്നിരുന്ന BJP അനുകൂലിച്ചും ഉച്ചയ്ക്ക് വന്നിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുകൂലിച്ചും രാത്രിയിൽ വന്നിരുന്ന കോൺഗ്രസിനെ അനുകൂലിച്ചും പിറ്റേ ദിവസം VD സതീശനെ തള്ളിപ്പറഞ്ഞു ഉച്ചയ്ക്ക് VD സതീശനെ അനുകൂലിച്ചും വൈകുന്നേരം നരേന്ദ്രമോദിയെ പുകഴ്ത്തിയും പിറ്റേ ദിവസം നരേന്ദ്രമോദിയെ തെറിവിളിച്ചും അല്ലെങ്കിൽ പിണറായി വിജയനെ അനുകൂലിച്ചും പിണറായി വിജയനെ തെറിവിളിച്ചും ഒക്കെ സംസാരിച്ച ശീലമുള്ള ഹാഷ്മി എന്നോട് ചോദിക്കുകയാണ് അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോന്നും. എന്റെ പൊന്ന് മാരാറണ്ണ, ഈ ഹാഷ്മി എന്ന് പറയുന്നത് ബിഗ് ബോസിൽ നിന്ന് വന്നവനോ അല്ല സീരിയൽ നടനോ അല്ല. അവന്റെ പ്രൊഫഷണൽ ജേർണലിസ്റ്റാ. പിണറായി നല്ലത് ഏതാ നല്ലതെന്ന് പറയും, പിണറായിക്ക് എന്തെങ്കിലും അലിഗേഷൻസ് ഉണ്ടെങ്കിൽ അതും പറയും, അതേപോലെ VD സതീശനും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതും പറയും. ന്യൂസ് എങ്ങനെയാണോ അതല്ലേ പറയാൻ പറ്റുള്ളൂ. അതിലെങ്ങനെയാണ് നിലപാട് വരുന്നത്? നിങ്ങൾക്ക് അത്യാവശ്യം ബുദ്ധിയും ബോധമുള്ള ഒരുത്തനല്ലേ നീ? ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇത് ഹാഷ്മിയുടെ സ്വന്തം യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ പേഴ്സണൽ സ്പേസിൽ വന്ന് പറയുകയാണെങ്കിൽ ഓക്കെ. ഇദ്ദേഹം 24 എന്ന ന്യൂസ് ചാനലിൽ വന്ന് സംസാരിക്കുന്നതാണ് നിങ്ങൾ പറയുന്നത്. ഇന്ന് രാവിലെ VD സതീശനെ പറ്റി നല്ലത് പറയും, വൈകുന്നേരം വന്നിട്ട് തന്നെ ചീത്ത പറയും. രാവിലെ നല്ലൊരു ന്യൂസ് കിട്ടിയാൽ നല്ലത് പറയും, വൈകിട്ട് ചീത്ത ന്യൂസ് കിട്ടിയാൽ ചീത്തത് പറയും. ഫാക്ട് അല്ലേ പറയുന്നത്? പിന്നെ മീഡിയാസിലും പല ചായ്വുകളും അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാലും ആസ് എ പ്രൊഫഷണൽ ജേർണലിസ്റ്റ് എന്താണോ അതാണല്ലോ പറയേണ്ടത്.